വലിയ ഹയർ ഓഫീസേഴ്സ് വിളിച്ചു പറഞ്ഞിട്ടും ആ എസ് ഐ കേൾക്കുന്നില്ലല്ലോ. ആകാശിനെ കൊടുക്കാൻ വേണ്ടി കലാവിദരായിന്ന് നല്ല കാശ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതിന്റെ കൂറ് കാണിക്കണ്ടേ? ഇനി വല്ല രാഷ്ട്രീയക്കാരെ കൊണ്ട് പറയിപ്പിച്ചാലോ? അതൊരു നല്ല ഐഡിയ. ഞാൻ ആ സജീവം പറമ്പത്തിനൊന്ന് വിളിച്ചാലോ? ഏത് ഭരണകക്ഷി MLA സജീവനോ? അവനും ഞാനും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാ. അഭിയേട്ടാ, ആകാശിനെ കൂടുതൽ ദ്രോഹിക്കാനായിരിക്കും ഈ വരവ്. അമൃതേച്ചി ഉണ്ടല്ലോ. ആകാശിനെ പുറത്തിറക്കാൻ കലേമ ആരോടൊക്കെയോ സംസാരിച്ചു. നേരം കളയാതെ വാ മോളെ. നിങ്ങളും വാ. ഇനി പുതിയ നാടകം എന്താണ് കളിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? വാ പേട്ടാ, പോയി നോക്കാം. നമസ്കാരം സർ. ഇരിക്കും മോളെ. വേണ്ട കലേമേ, ഞാനിവിടെ നിന്നോളാം. നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആകാശ് മർദ്ദിച്ചു എന്ന് പറയുന്ന എന്റെ അനിയൻ മഹേന്ദ്രൻ, അവൻ ആകാശിന്റെ മേൽ പരാതിയില്ല എന്ന് രേഖപ്പെടുത്തിയ സത്യവാങ്മൂലമായത്. എന്റെ അനിയനെ ആകാശ് മർദ്ദിച്ചു എന്നും പറഞ്ഞ് ഏതോ ആശുപത്രിക്കാരൻ നൽകിയ കള്ള പരാതിയിലല്ലേ നിങ്ങൾ കേസെടുത്തത്? ആ പരാതി വ്യാജമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ കസ്റ്റഡിയിലെടുത്ത ആകാശ് മോനെ എനിക്ക് വിട്ടുതരണം. ആ ഒരു കേസിന്റെ കാര്യത്തിൽ അവനെ വിട്ടുതരാൻ ഈ പേപ്പർ മതി. പക്ഷേ ഡ്യൂട്ടിയിലിരുന്ന എന്നെ തല്ലാൻ ശ്രമിച്ച കേസോ? സർ, ആകാശിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാൻ സാറിനോട് മാപ്പ് പറയാ. ദയവേത് സർ ഒരു ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കരുത്. നീ ഇത്രയ്ക്ക് താഴേണ്ട കാര്യമൊന്നുമില്ല മോളെ. ന്യായം നമ്മുടെ ഭാഗത്താ. ഹോസ്പിറ്റലുകാര് തന്ന ഒരു കള്ള പരാതിയിലല്ലേ നിങ്ങൾ എന്റെ ആകാശ് മോനെതിരെ കേസെടുത്തത്? അത് ശരിയായ കൃത്യനിർവഹണമാണോ? ഇപ്പോ ഈ നിമിഷം എന്റെ ആകാശ് മോനെ ഇറക്കി വിടണം. നിങ്ങൾ ഇറക്കി വിട്ടില്ലെങ്കിൽ എനിക്ക് അവനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. അതിന്റെ പേരിലേ ആരും എന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. കലേമേ, ഇങ്ങനൊന്നും സംസാരിക്കാതെ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഒരു തെറ്റും ചെയ്യാത്തൊരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് വന്ന് പാതിരാത്രി ലോക്കപ്പിലിട്ട ഇയാളോടൊക്കെ എന്തിനാ മര്യാദ കാണിക്കുന്നത്? ഞാൻ അവസാനമായിട്ട് ചോദിക്ക, എന്റെ കുഞ്ഞിനെ ഇറക്കി വിടുന്നോ ഇല്ലയോ? എടോ, ആ ലോക്കപ്പിൽ കിടന്ന സാധനത്തിന് തുറന്നു വിട്. ഇവര് കൊണ്ട് പുഴുങ്ങി തിന്നട്ടെ. സാർ, സാറേ എഴുന്നേക്ക് സാറേ. എന്തിനാ ഇനി എന്നെ തല്ലാനാണോ? എൻ്റെ സാറേ, സാർ ഇത്രയും പിടിപാടുള്ള ആളാണെന്ന് അറിയില്ലായിരുന്നു സാറേ. ഒരു സ്ത്രീ വന്ന് CIയെ ഭീഷണിപ്പെടുത്തിയിട്ടാ സാറിനെ ഇറക്കിക്കൊണ്ട് പോകുന്നത്. ഇനി ഇതിന്റെ പേരിൽ ഞങ്ങൾ സാധാരണ പോലീസുകാരുടെ വയറ്റിപ്പഴപ്പ് മുടക്കില്ല സാറേ. സാറ് വാ. വന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.